ഹായ് നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട് ജെമിനൈ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് ഡിസംബർ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാ മെസ്സേജസ് എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ അവൈലബിൾ ആണ്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക, ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഇപ്പോൾ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് നോക്കാം. അവിടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് ഡിസംബർ മാസത്തിൻ്റെ മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടി, എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഈ മാസം, നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ജെമിനായി, എന്താണ് നിങ്ങളുടെ ഡിസംബർ മാസത്തിൻ്റെ മെസ്സേജസിന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ഡിസംബർ മാസത്തിന് വേണ്ടിയിട്ട് 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ പാസ്റ്റിൽ 10 ഓഫ് സ്വോർഡ്സ്, നിങ്ങളുടെ കറണ്ട് എനർജിയിൽ 9 ഓഫ് സ്വോർഡ്സ്, നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി 7 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം ക്വീൻ ഓഫ് സ്വോർഡ്സ്, നിങ്ങളുടെ അഡ്വൈസ് 8 ഓഫ് കപ്സ്. സർപ്രൈസ് ഫാക്ടർ, നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത് 2 ഓഫ് കപ്സ് ആണ്. ആൻഡ് ഔട്ട്കം ഈ കാർഡ് നമ്മൾക്ക് എൻഡിൽ നോക്കാം എന്താണെന്ന്. അപ്പോൾ 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ജെമിനായി നിങ്ങളുടെ ഓവറോൾ എനർജി ആയിട്ട് വന്നിരിക്കണേ. 4 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു റെസ്ട്രിക്റ്റഡ് എനർജിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓപ്പൺ ആവാൻ പറ്റില്ല, ഇമോഷണലി കണക്റ്റ് ചെയ്യാൻ പറ്റില്ല ആരുടെ കൂടെ. നിങ്ങൾക്ക് മനസ്സിലൊരു പേടി ഉണ്ടാവും. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് ആ മനസ്സുണ്ടാവില്ല ആരുടെ കൂടെയും ഇങ്ങനെ കണക്റ്റ് ചെയ്യാൻ, ഇല്ല വെച്ചാൽ ഷെയർ ചെയ്യാൻ. കുറച്ചൊരു ഐസൊലേറ്റഡ് എനർജിയിലാണ് നിങ്ങൾ ഈ മാസം. അതുമാത്രമല്ല, ഇത് ചിലവർക്ക് ഫിനാൻഷ്യൽ എനർജി ആവാം. എന്ന് വെച്ചാൽ ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഈ മാസം കുറച്ചുകൂടിയും സേവ് ചെയ്യണം എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. കുറേ ചിലവായിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് സേവ് ചെയ്യണം, പൈസ സേവ് ചെയ്യണം. പുറത്തു പോയാൽ അത്രയും ചിലവാവും. അപ്പോൾ നിങ്ങൾ കുറേ റെസ്ട്രിക്റ്റ് ചെയ്യണോ നിങ്ങളുടെ ഫിനാൻസസ്, നിങ്ങളുടെ പൈസയുടെ കാര്യത്തിലേക്ക് കുറേ കൺട്രോൾ ചെയ്യാൻ നോക്കണോ. അപ്പോൾ ഈ 4 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ്? ചാരിയറ്റ് എനർജി. ഞാൻ ട്രാവൽ കുറേ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ട്രാവലിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് കുറേ ഉണ്ട്. മുമ്പോട്ട് പോണ എനർജി കുറേ കാണാണ്ട്. അപ്പോൾ നിങ്ങൾ ലൈഫിൽ മുമ്പോട്ടേക്കാണ് പോണത്. ഇൻഫാക്റ്റ് നിങ്ങളുടെ ലൈഫിൽ കുറേ ഒരു സക്സസ്സിൻ്റെ എനർജിയാണ് ഞാൻ കാണുന്നത് ഡിസംബറിൽ. അപ്പോൾ അങ്ങനത്തെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. നിങ്ങൾ എത്രയും നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്ത് പോകണു അത്രയും നല്ലത്. എന്താ വെച്ചാൽ അങ്ങനെയാണ് ഞാൻ കാണുന്നത് സക്സസ് വരണേ നിങ്ങൾക്ക്. നിങ്ങളുടെ കംഫർട്ട് സോണിൽ തന്നെ ഇരുന്നാൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ട മാതിരി ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടില്ല. 6 ഓഫ് വാൻഡ്സ് പോപ്പുലാരിറ്റിയുടെ എനർജിയാണ്, ഫെയിംഡ് എനർജിയാണ്. അപ്പോൾ അതും ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസംബറിൽ. നിങ്ങൾ എന്തോ ചെയ്യണത് കുറേ റിവാർഡ്സ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിലാവാം. അതല്ല വെച്ചാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണ് വെച്ചാൽ അവിടെ എന്തെങ്കിലും ഇട്ടിട്ട് അത് വൈറലാവണു. ഇല്ല വെച്ചാൽ നിങ്ങളുടെ ഫാമിലിയുടെ ഇടയിൽ നിങ്ങളെന്തോ ചെയ്തുകൊണ്ട് കുറേ ആൾക്കാർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണു. അങ്ങനത്തെ എനർജിയും കാണാണ്ട്. അപ്പോൾ പാസ്റ്റിൽ എന്താ ഉണ്ടായേ? പാസ്റ്റിൽ എന്തോ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. എന്താ വെച്ചാൽ ഇതൊരു ബിട്രയൽഡ് എനർജിയാണ്. ഏതോ ഒരു പേഴ്സൺ ഇല്ല ചെയ്തൊരു സിറ്റുവേഷനിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഗിവ് അപ്പ് ചെയ്തിരിക്കണു. എന്താ വെച്ചാൽ ഇവിടെ ഒരു ബിട്രയൽ മാതിരി ഒരു ഫീലിംഗ്, ഏതോ ഒരു പേഴ്സൺ നിങ്ങളെ ചതിച്ച പോലെ ഒരു ഫീലിംഗ്. 10 ഓഫ് സോർഡ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിന് റിക്കവർ ചെയ്യാനാണ് നോക്കുന്നത്. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു മദർലി ഫിഗർ ആയിരുന്നു. അപ്പോൾ ഇത് ഫാമിലി ഇഷ്യൂസ് ആവാം. ഫാമിലി നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല. അതല്ല വെച്ചാൽ പാർട്ട്ണറുടെ കൂടെ ഇഷ്യൂസ് ആവാം. അതുമല്ല വെച്ചാൽ കരിയറിൽ ഏതോ ഒരു പേഴ്സൺ നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല, നിങ്ങളുടെ ബോസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല, അങ്ങനെ എന്തോ ഒരു ഫീലിംഗ്. അപ്പോൾ 3 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. ഞാൻ കാണുന്നത് എന്തോ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് മാതിരി ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസിൻ്റെ കാരണം ഒരു റിലേഷൻഷിപ്പിൽ ഒരു സിറ്റുവേഷനിൽ ഒരു എൻഡിങ് ഉണ്ടായി. ജോലിയുടെ കാര്യത്തിലും വേറെ ആൾക്കാർ അതിൽ ഇൻ്റർഫിയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ
എന്തോ ഒരു പ്രോജക്റ്റ് വർക്കൗട്ട് ചെയ്തില്ല, ഇല്ല വെച്ചാൽ അവിടെ ഒരു നിങ്ങൾക്ക് ഒരു വേണ്ട മാതിരി സപ്പോർട്ട് ഉണ്ടായില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ്. അപ്പോൾ കറണ്ട് എനർജിയിൽ നൈറ്റ് സോഡ്സ് ആണ്. കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നത് കുറേ ഒരു ക്വിക്ക് മൂവ്മെൻ്റ് ആണ്. എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഇത് വരണത് വേഗം വരണ എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഇത് അത്ര ഒരു ഡിലേ ഉണ്ടാവില്ല. ഓക്കെ, ഡിസംബർ ആവണ ഉടനെ ആയിരിക്കും, അതല്ല ഡിസംബർ ആവണ മുമ്പ് തന്നെ ആയിരിക്കും ഈ ഓപ്പർച്യൂണിറ്റി വരണത്. ഈ ഓപ്പർച്യൂണിറ്റി വരണത് നിങ്ങൾക്ക് കുറേ സക്സസ്സും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ഒരു ക്ലാരിറ്റി വേണം. എന്താ വെച്ചാൽ കൺഫ്യൂസ്ഡ് ആയിരുന്നാൽ ചിലപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ഔട്ട് ചെയ്യും. ഇതിപ്പോൾ കരിയറിലാവാം, അതല്ല വെച്ചാൽ ഏതോ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരണു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണു, അങ്ങനെയും ആവാം, മെസ്സേജ് അയക്കണു. അപ്പോൾ ഇത് റൊമാൻറ്റിക്കും ആവാം, പേഴ്സണൽ ആവാം. എന്തായാലും ഇവിടെ ട്രാവലിൻ്റെ എനർജിയും കാണാണ്ട്. അപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ട്രാവൽ ഓപ്പർച്യൂണിറ്റി ആവാം. ട്രാവൽ കുറേ സിഗ്നിഫിക്കൻ്റ് ആണ് ഇവിടെ. അപ്പോൾ ട്രാവലിൻ്റെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. പക്ഷേ ഇവിടെ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുന്ന എനർജിയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കിട്ടണ ഓപ്പർച്യൂണിറ്റിയിൽ നിങ്ങൾ മുമ്പോട്ട് പോയാൽ അതിൽ കുറേ സക്സസ് ഉണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. പക്ഷേ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് അത് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ നിങ്ങളുടെ പേടി കാരണം, ഇല്ല വെച്ചാൽ നിങ്ങളുടെ എന്തെങ്കിലും വേറെ ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഹെസിറ്റേറ്റ് ചെയ്തു വെച്ചാൽ ഈ സിറ്റുവേഷൻ ഓർ ഈ ഓപ്പർച്യൂണിറ്റി മിസ് ഔട്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കണം. എന്താ വെച്ചാൽ ഇത് വരുമ്പോൾ ഉടനെ നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കേണ്ടി വരും, ഉടനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. നിങ്ങൾക്ക് അങ്ങനെ ഡിസിഷൻ എടുക്കാൻ കുറേ സമയമൊന്നും കിട്ടാൻ പോകില്ല. പക്ഷേ ഇത് വരുമ്പോൾ യൂണിവേഴ്സ് പറയണത് ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കാനാണ്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് 7 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ 7 ഓഫ് വാൻഡ്സ് ചില ബ്ലോക്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഫ്യൂച്ചറിലും ചില കാര്യത്തിൽ, ചില സിറ്റുവേഷൻസിൽ നിങ്ങളുടെ ലൈഫിൽ ബ്ലോക്സ് ഉണ്ട്. 5 ഓഫ് പെൻറ്റിക്കിൾസ്, ഈ ബ്ലോക്സ് വരുമ്പോൾ നിങ്ങൾ ഉടനെ ലോ ആവും. എന്താ വെച്ചാൽ ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിസംബറിൽ നല്ല ഒരു സക്സസ്സും നല്ല പോലെ മുമ്പോട്ട് പോവായിരുന്നു. പക്ഷേ അപ്പോഴേക്കും എന്തോ ഒരു ബ്ലോക്ക് വന്നു. അപ്പോൾ അതൊരു ലോ ആയി ഫീലിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് പൈസയുടെ കാര്യത്തിലും ലോസ് ആവാം. അപ്പോൾ ചില സിറ്റുവേഷൻസിൽ ഫിനാൻഷ്യൽ ലോസ് ആവാം, ഇല്ല വെച്ചാൽ നിങ്ങൾ വേണ്ട എക്സ്പെക്റ്റ് ചെയ്ത മാതിരി, പ്രതീക്ഷിച്ച മാതിരി അങ്ങനെ ഒരു റിസൾട്ട് വന്നില്ല, അതുകൊണ്ടൊരു ഡിസപ്പോയിൻമെൻറ്റ്. പക്ഷെ ഞാൻ അത് ഉണ്ടായാലും ഒരു പുതിയ തുടക്കം ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ടെമ്പററി ഫേസാണ്, അത് ഓർമ്മ വെക്കണം. എന്താ വെച്ചാൽ ഈ 7 ഓഫ് വാൻഡ്സ് എന്താ വെച്ചാൽ ചില ചാലഞ്ചസ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്കത് ഈസിലി ഓവർകം ചെയ്യാൻ പറ്റും. ഈസിലി അതിനെ ആ ചാലഞ്ച് അത്ര സമയം വരെ ഉണ്ടാവില്ല. അങ്ങനത്തെ എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഗിവ് അപ്പ് ചെയ്യരുത്. എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ ഒരു നല്ലൊരു സ്റ്റേബിൾ ഓപ്പർച്യൂണിറ്റിയും ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം ക്വീൻ ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ക്വീൻ ഓഫ് സോഡ്സ് ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റിയുടെ എനർജിയാണ് ക്വീൻ ഓഫ് സോഡ്സ്. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഒരു ക്ലാരിറ്റി വരും. പക്ഷേ ഈ ക്ലാരിറ്റി വരുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ പറയണ രീതി, ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ രീതി, അത് ചിലപ്പോൾ ഒരു ഹാർഷ് മാതിരി ആയിരിക്കാം. കുറേ ഓവർ തിങ്കിങ് ഉണ്ട്, സ്ട്രെസ് ഉണ്ട്. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് ഡിറക്റ്റ്ലി ഒരു പറഞ്ഞാൽ മനസ്സിൽ ക്ലാരിറ്റി ഉണ്ട്, പക്ഷെ അത് പറയുമ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആർക്കും വിഷമിപ്പിക്കണം എന്നുണ്ടാവില്ല, അതുകൊണ്ട് നോ പറയാൻ പറ്റില്ല. അങ്ങനത്തെ എനർജി അതും ചാലഞ്ചായിട്ട് കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ മനസ്സിൽ ക്ലാരിറ്റി ഉണ്ടായിട്ട് കാര്യമല്ല, പറയുമ്പോഴും ഒരു ക്ലാരിറ്റി വേണം. ഓക്കെ, അപ്പോൾ അത് സൂക്ഷിക്കുക. കുറേ ഓവർ തിങ്കിങ് ഉണ്ട്. അപ്പോൾ ഓവർ തിങ്കിങ്, സ്ട്രെസ്സ്, രാത്രി ഉറക്കമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല, ഒരു പറയാൻ വിഷമം, അങ്ങനത്തെ എനർജിയാണ് ഞാൻ കാണുന്നത്. പക്ഷെ അത് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ചായിട്ടാണ് വന്നത്. അപ്പോൾ ആ സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ കൂടുതൽ ഓവർ തിങ്ക് ചെയ്യരുത്. പറയണത് നിങ്ങൾ എങ്ങനെയാ ഒരു സിറ്റുവേഷൻ ഇല്ല വെച്ചാൽ അങ്ങനെ കാര്യങ്ങൾ ഡയറക്റ്റായി പറയുക. പക്ഷേ കുറച്ചുകൂടിയും ഒരു എന്താ പറയുക, ഒരു നല്ല രീതിയിൽ പറഞ്ഞോളാം. എന്താ വെച്ചാൽ കുറേ ഡിറക്റ്റും ഹാർഷായ മറ്റേ പേഴ്സണ് ചിലപ്പോൾ ഹേർട്ടാവും. അപ്പോൾ മനസ്സിൽ ആർക്കും വിഷമിപ്പിക്കാണ്ട് എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് അപ്രോച്ച്. ഇവിടെ അഡ്വൈസ് നിങ്ങൾക്ക് 8 ഓഫ് കപ്സ് ആണ്. അപ്പോൾ അഡ്വൈസിലും ഞാൻ കാണുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവും ഈ മാസം. ചില കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നിങ്ങളുടെ മനസ്സിൽ, അതിൻ്റെ സൊല്യൂഷനും ഇല്ല. അതല്ല വെച്ചാൽ അതിൻ്റെ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു
സ്റ്റാഗ്നൻറ്റ് ഫേസിന് പുറത്ത് വരണ എനർജി ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഈ പുറത്ത് വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാവുമ്പോൾ നിങ്ങൾക്ക് ചില സിറ്റുവേഷൻസിന് മാറി നിൽക്കേണ്ടി വരും. എന്താ വെച്ചാൽ ഇവിടെ 8 ഓഫ് കപ്സ് ഒരു ഹാപ്പി അല്ലാത്ത എനർജിയാണ്. നിങ്ങളൊരു സിറ്റുവേഷനിൽ ഹാപ്പി അല്ല. ഈ സിറ്റുവേഷൻ കുറേ ഇംബാലൻസ് സിറ്റുവേഷൻ ആയിരുന്നു. നിങ്ങളുടെ ലൈഫിലും കുറേ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യണ സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് അതിന് കുറച്ച് മാറി നിൽക്കാനാണ് പറയണത്. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷൻ നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിൻ്റെ കണക്ഷനിലായിരിക്കാം, അതല്ല വെച്ചാൽ ഏതോ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാവാം. എന്തോ ഒരു ചോയ്സ് ഉണ്ടാക്കേണ്ട എനർജി കാണുന്നുണ്ട്. 2 ആൾക്കാരുടെ ചോയ്സ് ആയിരിക്കും. ഇല്ല വെച്ചാൽ 2 ഓപ്ഷൻസിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടാക്കണം, അങ്ങനെയും ആവാം. പക്ഷേ നിങ്ങളോട് യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തോ വിട്ടിട്ട് വേണം മറ്റേ ചോയ്സിലേക്ക് പോവാൻ. 2ഉം നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഒരു സ്ഥലത്ത് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ട്, പക്ഷെ മറ്റേ സ്ഥലത്ത് നിങ്ങൾക്ക് ഹാപ്പിനെസ്സും ഉണ്ട്. അപ്പോൾ ആ ചോയ്സ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. 2 ഓഫ് കപ്സ് ആണ് ഹിഡൻ ഫാക്ടറിൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. അതല്ല വെച്ചാൽ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് ലൈഫിലുണ്ട് വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് ഒരു ബ്യൂട്ടിഫുൾ എനർജിയാണ്. 2 ആളുടെ ഇടയ്ക്ക് കുറേ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ലവ് ഉണ്ട്. പക്ഷേ 9 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു സിംഗിൾ പേഴ്സൻ്റെ എനർജിയും കൂടിയുമാണ്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ സിംഗിൾ ആണ് വെച്ചാൽ നിങ്ങൾക്ക് ഏതൊരു പുതിയ പേഴ്സണെ മീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഇത് ഓൺലൈനായിരിക്കും നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടാവുക. അതല്ലാണ്ട് കരിയറിൽ നല്ല പ്രോഗ്രസ് ഉണ്ട്, സക്സസ് ഉണ്ട്. നിങ്ങൾക്ക് കിട്ടിയ ഐഡിയാസൊക്കെ നിങ്ങൾ അത് ഉടനെ യൂസ് ചെയ്യുക. എന്താ വെച്ചാൽ അതിലാണ് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുക. എല്ലാം കാര്യങ്ങൾ പറഞ്ഞാൽ പഠിപ്പിൻ്റെ കാര്യത്തിലും നല്ല സക്സസ് ഉണ്ടാവും. അതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഔട്ട്കം നിങ്ങൾക്ക് ഇവിടെ ഹൈ പ്രീസ്റ്റസ്, പൈസീസ് എനർജി. ഔട്ട്കമ്മിൽ ഞാൻ കാണുന്നത് ഇൻറ്റ്യൂഷനാണ്. നിങ്ങൾക്ക് ഈ മാസം നിങ്ങൾ കുറേ ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും. ഇൻറ്റ്യൂഷൻ എന്താ പറയണത് വെച്ചാൽ അങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യുക. എന്തോ ഒരു വലിയ ചേഞ്ച്, ഒരു വലിയ മാറ്റം വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഈ മാറ്റം വരണത് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത മാറ്റങ്ങളായിരിക്കാം. എന്താ വെച്ചാൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വരണ മാറ്റങ്ങളാണ് ഇത്. പക്ഷേ ഇതൊരു വലിയ ചേഞ്ചാണ്. എന്താ വെച്ചാൽ നിങ്ങൾ മുമ്പേ ഒരു സിറ്റുവേഷനിൽ വേറെ തരത്തിലായിരുന്നു ഹാൻഡിൽ ചെയ്യണ്ടായിരുന്നത്. ഇപ്പോൾ വരാൻ പോണ എനർജി ഒരു ഡിഫറെൻ്റ് ഒരു എനർജിയാണ്. അതുമാത്രമല്ല, എന്തോ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ക്ലോസ് ഔട്ട് ആവുന്നുണ്ട് ആൻഡ് ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്. ഈ പുതിയ തുടക്കം മോസ്റ്റ്ലി റിലേഷൻഷിപ്പിൽ തുടക്കമാണ്. ആൻഡ് ഇത് നല്ല ഒരു ലവ് റിലേഷൻഷിപ്പാണ് ഞാൻ കാണുന്നത്. പക്ഷേ സൂക്ഷിക്കേണ്ട എന്താ വെച്ചാൽ ഇവിടെ ഏതൊരു ഫയർ സൈൻ ഉണ്ട്. പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരണ എനർജി ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഒരു പാസ്റ്റ് പേഴ്സൺ ആൻഡ് ഒരു പുതിയ പേഴ്സൻ്റെ ഇടയ്ക്ക് ആയിരിക്കും ചൂസ് ചെയ്യണ ഒരു ഓപ്ഷൻ ഉണ്ടാവുക. ഈ പാസ്റ്റ് പേഴ്സണെ ഒട്ടും നിങ്ങൾക്ക് റിലൈ ചെയ്യാൻ പറ്റില്ല, ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇവർ കുറേ ഇൻ ആൻഡ് ഔട്ട് മാതിരി ഒരു എനർജിയിലാണ്. ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു പേഴ്സണാണ്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ പേഴ്സൺ അതൊരു നല്ല ബ്യൂട്ടിഫുൾ എനർജിയാണ്. അതിലാണ് ഞാൻ പറഞ്ഞ കുറേ ഒരു ബ്യൂട്ടിഫുൾ മ്യൂച്വൽ ലവ് എനർജി കാണുന്നത്. അപ്പോൾ അതിലാണ് നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടാക്കേണ്ടത്. ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പാണോ വേണ്ടത്, അതൊരു പുതിയ റിലേഷൻഷിപ്പാണ്, ഓർ നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൻ്റെ കൂടെ നിങ്ങൾക്ക് തിരിച്ച് ഒരു റിലേഷൻഷിപ്പിൽ പോകാനുള്ള ഓപ്ഷനാണോ നിങ്ങൾ ചൂസ് ചെയ്യണതെന്ന് അത് ആ ഡിസിഷൻ നിങ്ങളുടെ ആയിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി ആ പാസ്റ്റ് പേഴ്സൺ ഒട്ടും കമ്മിറ്റ്മെൻറ്റ് വെച്ചിട്ടല്ല വരണത്. അപ്പോൾ അത് സൂക്ഷിക്കണം. അപ്പോൾ ജെമിനി എന്താണ് ഇവിടെ നിങ്ങളുടെ മെസ്സേജ്? അപ്പോൾ ഇവിടെ കരിയർ ആണ് ഫോക്കസ് ഉള്ളത് ഈ മാസം. ഓക്കെ, കരിയറിൽ നല്ല സക്സസ് ഉണ്ട്. ആൻഡ് റിലേഷൻഷിപ്പിലും ഒരു റിലേഷൻഷിപ്പ് ഇല്ലാണ്ട് ആയാലും ഒരു പുതിയ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് മെസ്സേജ് ഇവിടെ? മെസ്സേജ് പറയണത് ബിഗ് ഹാപ്പി ചേഞ്ചസ്. അപ്പോൾ ജെമിനി ബ്യൂട്ടിഫുൾ എനർജി, ബ്യൂട്ടിഫുൾ മെസ്സേജാണ് നിങ്ങൾക്ക് വേണ്ടി. ഇത് ക്ലെയിം ചെയ്യുക, കമൻസിലായി ക്ലെയിം എന്ന് എഴുതുക. ബോണസ് റീഡിംഗ് വേണം വെച്ചാൽ ബോണസിന് എഴുതുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ എനർജി വെച്ചിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലിട്ടുണ്ട്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.